നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ കുക്കുംബറൊക്കെ ഇങ്ങനെ ഏകദേശം ഉണ്ടായിട്ട് ഇങ്ങനെ പൊട്ടിക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം ചെറിയ വള്ളിയിലാണ് ഉണ്ടായിട്ടുണ്ട്. കാര്യമായിട്ട് അങ്ങനെ നീളത്തിൽ വള്ളിയൊന്നും ആയിട്ടില്ല, ചെറിയ വള്ളിയാണ്. അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓരോ ഇലന്റെ ഗ്യാപ്പിലും ഇങ്ങനെ ആ ഒരു ചെറിയ ചെറിയ കുക്കുംബറൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇത് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ കുക്കുംബറാണ് കേട്ടോ. ഇതിന് ശരിക്ക് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല വള്ളിയായിട്ട് അങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മളിപ്പോൾ പന്തലൊന്നും ഇട്ടെടുത്തിട്ടില്ല, നിലത്ത് കൂടി ഇങ്ങനെ പടർത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികൾ നമ്മുടെ ചരങ്ങ, മത്തന് ഒക്കെ ഇങ്ങനെ വള്ളിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ സൈഡിലും അതിന്റെ അരികിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓല ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ വള്ളിയാകുമ്പോൾ അതിൽ കൂടെ വിരിക്കുമ്പോൾ നല്ലതാണ്. ഇപ്പോൾ ഉണ്ടാകുമ്പോഴേക്കും അതിന് ഇങ്ങനെ ചാഞ്ഞ് കിടന്നോളും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കള പൊങ്ങിയിട്ട് പുല്ല് ആയിട്ട് മറ്റേ കീടങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വൃത്തിയിൽ അങ്ങനെ കിടന്നോളും. അതുപോലെ അന്ന് നമ്മൾ വെച്ച സ്വീറ്റ് കോണിന്റെ തൈകൾ കേട്ടോ, ഒരുപാട് തൈകൾ വെച്ചിരുന്നെങ്കിൽ 2 ഉണ്ടായത്. അപ്പോൾ അതിങ്ങനെ ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പയറൊക്കെ അങ്ങനെ ഏകദേശം പോയി. ഇപ്പൊ കണ്ടില്ല, ആ കൊള്ളി മാത്രമേ ഉള്ളൂ അങ്ങനെ വെച്ചു കൊടുത്ത്. അതിന്റെ തടത്തിൽ നമ്മളിങ്ങനെ ചീര നട്ടായിരുന്നു. ചീര നമ്മൾ 4 പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞിട്ടോ. 4 പ്രാവശ്യം വിളവെടുത്ത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ പുതിയ വീഡിയോസ് ഇട്ടുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.